RCB തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരു വിജയം നേടിയെടുത്തു, അതും SRHനെ പോലെ ഒരു ടീമിനെതിരെ. എപ്പോഴും കൂറ്റൻ ടാർഗറ്റാണ് SRH നേടാറ്. 250 റൺസ് പോലും അവർക്ക് ഒന്നുമല്ല. അവരാണിന്ന് തോറ്റിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്നത്തെ RCBയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലി ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. താരം ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ RCBയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: RCB ഇപ്പോൾ തിരിച്ച് ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനൊരു കാരണമേ ഉള്ളൂ, അത് കോഹ്ലിയും രജിത് പടിഡാറുമാണ്. ഈ രണ്ട് താരങ്ങളുമാണെന്ന് നന്നായി കളിച്ചത്. ഇതുപോലെ കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും RCB ടീമിനെ ജയിക്കാൻ സാധിച്ചേനെ. കോഹ്ലിയെ പോലെ ഒരു മികച്ച താരം അടുത്തു വരുന്ന T20 വേൾഡ് കപ്പിൽ ആവശ്യമാണ്. അതുപോലെ രാജസ്ഥാനിലെ സഞ്ജുവും കോഹ്ലിയും T20 വേൾഡ് കപ്പിലുണ്ടെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ടും കപ്പ് നേടും. രണ്ട് താരങ്ങളും പ്രതിഭാതുലരാണ്. ഇവരെ ഒഴിവാക്കിയാൽ അത് BCCIക്ക് നഷ്ടമാണ്. കോഹ്ലിയെ എടുക്കാതിരിക്കാൻ ഞങ്ങളൊരു കാരണവും കാണുന്നില്ല. കോഹ്ലി വേഗത്തിൽ റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവനൊരു ക്ലാസിക് താരമാണ്. ഈ ഒരു പേരിൽ അവനെ ഒഴിവാക്കരുത്. അതുപോലെ തന്നെ രാജസ്ഥാൻ ടീമിലെ സഞ്ജു സാംസൺ, അവനും ഇതുപോലെ തന്നെയാണ്. ഏത് നിമിഷം വേണമെങ്കിലും വെടിക്കെട്ട് ബാറ്റിംഗ് അവൻ കാഴ്ചവെക്കും. അവനെ പോലെ മികച്ചൊരു താരം ഇനി IPL ഉണ്ടാകില്ല. അതുകൊണ്ട് സഞ്ജു, കോഹ്ലി ഇവരെ ഉറപ്പായിട്ടും BCCI വേൾഡ് കപ്പിൽ കളിപ്പിക്കണമെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. T20 വേൾഡ് കപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ആരൊക്കെ ടീമിൽ ഇടം പിടിക്കുമെന്നതാണ് ചർച്ചാ വിഷയം. സഞ്ജുവിനെ ഒഴിവാക്കുമെന്നും ടീമിലെടുക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോഹ്ലിയുടെയും അവസ്ഥ. കോഹ്ലിയെ ചിലപ്പോഴേ എടുക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറയുന്നത് സഞ്ജുവിനെയും കോഹ്ലിയെയും എടുക്കണമെന്നാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.